എറണാകുളം ജില്ലയിലെ 13 നഗരസഭകളിൽ 12 UDF മിന്നുന്ന വിജയം കാഴ്ചവെച്ചപ്പോൾ ഒരിടത്ത് NDA ആണ് മുൻപന്തിയിലുള്ളത്. അത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന തൃപ്പൂണിത്തുറയുടെ MLA കെ ബാബു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി? തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 7 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ 12 സീറ്റായി. സാങ്കേതികമായി പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പുറകോട്ട് പോവുകയല്ല ചെയ്തത്, മുന്നോട്ട് പോരുക ചെയ്തത്. പക്ഷേ CPM സംബന്ധിച്ചിടത്തോളം 1980 മുതൽ 80-ലാണ് തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുപ്പ് കൊടുക്കുന്നത്. അന്ന് മുതൽ CPM 5 കൊല്ലം ഒഴിച്ച് മുഴുവൻ സമയം ഭരിച്ച കക്ഷിയാണ്. പക്ഷെ അവരാണിപ്പോൾ 2ാം സ്ഥാനത്തേക്ക് പോയത്. അപ്പോൾ അത് CPM-ൻ്റെ വലിയൊരു രാഷ്ട്രീയ പരാജയമാണ്. അതോടൊപ്പം തന്നെ അവിടെ സംഭവിക്കാൻ പാടില്ലാത്തൊരു രാഷ്ട്രീയ ധ്രുവീകരണം, രാഷ്ട്രീയമായ മാറ്റങ്ങളെക്കാൾ ഉപരിയായി ഒരു സാമുദായിക ധ്രുവീകരണം നടന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ഭരണം NDAക്ക് കിട്ടാതിരിക്കാനുള്ള ഏതെങ്കിലും ഒരു നീക്കം ഉണ്ടാവും? അത് കോൺഗ്രസ് നേതൃത്വം ഉചിതമായ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെ? ഏതായാലും ഞങ്ങളുടെ ഒരു നിലപാടിൻ്റെ ഫലമായിട്ട് BJP അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല. UDF നില മെച്ചപ്പെടുത്തിയെന്ന് നില മെച്ചപ്പെടുത്തി സാങ്കേതികമായി നില മെച്ചപ്പെടുത്തി. ശരി, സാങ്കേതികമായി UDF നില മെച്ചപ്പെടുത്തി എന്ന് തന്നെയാണ് കെ ബാബു പറഞ്ഞു വരുന്നത്. അതേസമയം തന്നെ NDA അധികാരത്തിൽ എത്താതിരിക്കാൻ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടായാൽ, സമവായമുണ്ടായാൽ അതിനോട് സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് PL മനോജിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.